ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ നിയമസഭയിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും സർക്കാർ മറച്ചുവെക്കുകയാണ്. ഹേമയുടേത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തതിനാൽ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തു വയ്ക്കാൻ സർക്കാരിന് ബാധ്യതയില്ല. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് തേടിയുള്ള അപേക്ഷ നിരസിക്കാൻ സാംസ്കാരിക വകുപ്പ് പറഞ്ഞ കാരണം നിയമസഭയ്ക്ക് നൽകേണ്ടതുണ്ടെന്നാണ്. സാംസ്കാരിക വകുപ്പിന്റെ ഈ നിലപാട് 2020 ഒക്ടോബറിൽ വിവരാവകാശ അപേക്ഷയുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ റിപ്പോർട്ട് നിയമസഭയ്ക്ക് നൽകിയില്ലെന്ന് മാത്രമല്ല, ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പുറത്തുവിട്ടത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ ഗൗരവം പ്രതിഫലിക്കാത്ത വിവരങ്ങളുമാണ്. സിനിമയിലെ സ്ത്രീകൾ പങ്കുവച്ച അനുഭവങ്ങളെ ഷോക്കിംഗ് എന്ന് വിശേഷിപ്പിച്ചാണ് അവർ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമായി ലൈംഗിക അതിക്രമം ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാട്ടിയത്. സിനിമയിൽ അവസരം കിട്ടാൻ ലൈംഗിക ബന്ധം പകരം ചോദിക്കുന്നുവെന്നും ജോലി സ്ഥലത്തും യാത്രയിലും താമസ സ്ഥലത്തും അതിക്രമം നേരിടുന്നുവെന്നും വിശദീകരിച്ച ശേഷമാണ് പ്രധാന പ്രശ്നം ലൈംഗിക അതിക്രമമാണെന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. എന്നാൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് 2020 ഫെബ്രുവരിയിൽ എം ഉമ്മർ, പി.കെ. ബഷീർ, എ.കെ. മുനീർ തുടങ്ങിയവരുടെ ചോദ്യങ്ങൾക്ക് അന്നത്തെ സാംസ്കാരിക മന്ത്രി എ.കെ. ബാലൻ നൽകിയ മറുപടിയിൽ ജസ്റ്റിസ് ഹേമയുടേതായി 2 നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള സിനി എക്സിബിറ്റ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ നിയമം രൂപീകരിച്ച് ട്രൈബ്യൂണൽ സ്ഥാപിക്കുക, സ്ത്രീകൾക്കെതിരെ ചെയ്യുന്ന കുറ്റകരമായ പ്രവൃത്തിക്ക് ശിക്ഷ നൽകാൻ വ്യവസ്ഥയുണ്ടാക്കുക എന്നിവ മാത്രം. മറ്റ് നിർദ്ദേശങ്ങളോ നിരീക്ഷണങ്ങളോ അറിയിച്ചിട്ടില്ല. കമ്മിറ്റി അംഗം ശാരദ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന സംഭവവും കാസ്റ്റിംഗ് കൗച്ചും എല്ലാം തലക്കെട്ടിട്ട് റിപ്പോർട്ടിൽ പരാമർശിച്ചെങ്കിലും മറുപടിയിൽ ലൈംഗിക അതിക്രമം തടയുക എന്ന ഒറ്റ വാചകത്തിൽ ഈ ഭാഗം ഒതുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രധാന വിവാദം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനൊപ്പം രാഷ്ട്രീയ സമ്മർദ്ദം കൂടി കടുക്കുന്നു എന്നതാണ്. ഇതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിന്റെ ഭാവി എന്താകുമെന്ന ചർച്ചകളും നടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതിയുമായി എത്തിയത്. രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് മുതിർന്ന CPI നേതാവ് ആനി രാജ തുറന്നടിച്ചിരുന്നു. മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് AIYF സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തുകയും ചെയ്തു. ഇതൊക്കെ വിഷയം കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. രഞ്ജിത്തിനെ കരുതലോടെ ചേർത്തുപിടിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെത് എന്ന ആരോപണവും ശക്തമാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലങ്ങളേറെ കാത്തുവെച്ചതും പറഞ്ഞതിലേറെ വെട്ടിമാറ്റിയതും വിമർശനമായി നിൽക്കുമ്പോൾ രഞ്ജിത്തിന് എത്രത്തോളം സംരക്ഷണം ഉറപ്പാക്കാനാകുമെന്നതാണ് പ്രശ്നം. രഞ്ജിത്തിനെതിരെ CPI കടുത്ത നിലപാടെടുത്താൽ CPM-നും പിടിച്ചു നിൽക്കാനാകില്ല. ശ്രീലേഖ മിത്ര ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നതാണ് രഞ്ജിത്തിനും സർക്കാരിനും താൽക്കാലികമായുള്ള പിടിവള്ളി എന്നാണ് കരുതുന്നത്. ബംഗാളിലുള്ള തനിക്ക് കേരളത്തിൽ പരാതി നൽകാനുള്ള ബുദ്ധിമുട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. AIYF സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുൺ നേരത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം സംബന്ധിച്ച വിവാദത്തിൽ രഞ്ജിത്തിനെതിരെയുള്ള നിലപാട് എടുത്തിരുന്നു. രഞ്ജിത്തിനെ സംരക്ഷിച്ച് മുഖം വഷളാക്കാൻ സർക്കാർ ഒരുങ്ങില്ലെന്നാണ് CPM നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്നായിരുന്നു ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം. ഇതിനിടയിലാണ് പോലീസ് തന്നെ ശ്രീലേഖ മിത്രയുടെ മൊഴിയെടുക്കാനായി ബംഗാളിലേക്ക് പോകുമെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്.